ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് സോഫ്റ്റായ പുട്ടുപൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിനുവേണ്ടി 2 കപ്പ് റേഷൻ പച്ചരിയും 1 കപ്പ് റേഷൻ പുഴുങ്ങലരിയുമാണ് എടുക്കുന്നത്. റേഷൻ പുഴുങ്ങലരി ഇല്ലാത്തവർക്ക് പൊന്നിയരി എടുത്താലും മതി. അരി നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. പുഴുങ്ങലരി നന്നായി കുതിരാൻ വേണ്ടിയാണ് കുറച്ചധിക സമയം വയ്ക്കുന്നത്. അരി പൊടിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ കഴുകി വെള്ളം പോകാൻ വേണ്ടി മാറ്റിവെക്കാം. അതിനുശേഷം മിക്സിയുടെ വലിയ ജാറിൽ അരി പൊടിച്ചെടുക്കാം. പുട്ടുപൊടിക്ക് തരിക്കുന്ന അരിപ്പയിലിട്ട് തരിച്ചെടുക്കാം. തരിച്ചതിൻ്റെ തരിയും ബാക്കി അരിയും കൂടെ ജാറിലിട്ട് പൊടിച്ച് വീണ്ടും എടുക്കാം. അരിയെല്ലാം പൊടിച്ചതിന് ശേഷം ഒരു ഉരുളിയിലിട്ട് പൊടി വറുത്തെടുക്കാം. പത്തിരി പൊടിക്ക് വറുക്കുന്ന അത്രയും വറുക്കണ്ട. പൊടിയിൽ നിന്ന് നന്നായി പുക വരുന്ന സമയത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഈ പൊടി നമുക്ക് പച്ചവെള്ളം ഉപയോഗിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സോഫ്റ്റ് പുട്ടായിരിക്കുമെന്ന്. നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് പോവാം. കുറ്റിയിൽ കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ കുറച്ചായിട്ട് പൊടിയിട്ട് പിന്നും തേങ്ങയിട്ട് പിന്നും പൊടിയിട്ട് അങ്ങനെ നമുക്ക് പുട്ട് ചുടാൻ തുടങ്ങാം. മുകളിലും കൂടെ തേങ്ങയിട്ട് നമുക്ക് പുട്ട് ചുടാൻ തുടങ്ങാം. മൂന്നോ 4 മിനിറ്റ് വെച്ച നന്നായി ആവി പോകുന്ന സമയത്ത് നമുക്ക് പുട്ട് കുറ്റിയിൽ നിന്ന് മാറ്റാം. ഈ പുട്ട് വൈകിട്ട് വരെ സോഫ്റ്റ് ആയിരിക്കും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.